ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ ആവണി മോളെ തിരിച്ചു കിട്ടാൻ വേണ്ടി നിങ്ങളെ പോലൊരുത്തന്റെ കാല് പിടിക്കാനും എനിക്ക് മടിയില്ല. കാല് പിടിക്കണ്ട, പക്ഷേ കാല് കഴുകി തരണം. ആവണി മോളെ, ആവണി മോളെ, ആവണി മോളെ എവിടെ? നിങ്ങളല്ലേ അവളെ പിടിച്ചോണ്ട് വന്നത്? എന്റെ ആവണി മോളെ എവിടെയാണ്? എന്താ നിങ്ങളൊന്നും മിണ്ടാത്തെ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദക്ക് എന്റെ ആവണി മോളെ തിരിച്ചു തന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരെയും ഞാൻ ജയിലിലാക്കും. മര്യാദക്ക് പറഞ്ഞോ, എന്റെ ആവണി മോളെ നിങ്ങൾ എന്താ ചെയ്തേ? മോളെ, ആവണി മോളെ, മോളെ. ആഹാ, ഇതാരേത്? എന്തിനാ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നേ? അണ്ണാ, ഇവൾക്കേതോ ആവണി മോളെ കാണണമെന്ന്. ഇവിടെ ഒന്നും ഒരു ആവണിമോളുമില്ല. ബഹളം വെക്കാതെ ഇറങ്ങി പോവേണ്ടമിള്ള. സ്കൂളിൽ നിങ്ങളല്ലേ അവളെ പിടിച്ചോണ്ട് വന്നത്? നിങ്ങളുടെ നേതാവ് എവിടെ? ചെങ്കൽ മധു. എനിക്ക് അയാളെ കാണേണ്ടത്. മിണ്ടി പോരുത്. നീ അണ്ണന്റെ പേര് വിളിക്കാറായോ? നിന്റെ ആവണിമോളെ ഞങ്ങൾ ചുട്ടു തന്നു. നീ എന്ത് ചെയ്യും? സൂക്ഷിക്കണ്ടേ തമ്പാനെ? സോറി അണ്ണ, ഞാൻ അറിയാതെ മാറിപ്പോയതാ. അണ്ണ വന്നത് ഞാൻ കണ്ടില്ല. നല്ല കയ്യൊക്കെയുണ്ട്. ഇതിന് നിന്നെ ഞാൻ തിരിച്ചടിക്കാത്തത് മരിച്ചുപോയ എന്റെ അനിയത്തെ പോലെ നീയും ഗർഭിണിയായതുകൊണ്ട്. കറക്റ്റ്. അല്ലായിരുന്നെങ്കിൽ നിന്നെ ഇപ്പൊ ഞങ്ങള് വെട്ടി തുണ്ടം തുണ്ടുമാക്കിയ. തമ്പാനെ, അണ്ണ ഞാൻ പറഞ്ഞോളാം. സോറി അണ്ണ. എന്റെ ആവണി മോളെ എവിടെ? മര്യാദക്ക് എന്റെ ആവണി മോളെ തിരിച്ചു തന്നോ? ഒരു കൊച്ചു കുഞ്ഞിനെ പിടിച്ചോണ്ട് വന്ന് അതിനെ വെച്ച് വില വീശാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഞങ്ങളൊക്കെ വെറും ക്രിമിനലുകളാ. സമൂഹം അറപ്പോടെയും വെറുപ്പോടെയും കാണുന്ന ഗുണ്ടകൾ. ഞങ്ങളിന്ന് ഇത്തരം തരംതാണ പരിപാടികൾ മാത്രമേ പ്രതീക്ഷിക്കാവൂ. ആവണി മോളെ കാണാതെ അവിടെ എല്ലാവരും വിഷമിച്ചിരിക്കുക. എനിക്ക് എന്റെ മോളെ അവിടെ കൊണ്ടേ തിരിച്ചു കൊടുക്കണം. അവൾ എവിടെ? മോളെ, ആവണി മോളെ, മോളെ, നീ എവിടെയാ മോളെ? നീ ഇവിടെ കിടന്ന് നിലവിളിച്ചോണ്ടൊന്നും കുട്ടിയെ കിട്ടാൻ പോകുന്നില്ല. കുട്ടിയെ തിരിച്ചു വേണമെങ്കിൽ അതിനുമുമ്പ് ചില കാര്യങ്ങളുണ്ട്. നീ ഇരിക്കെ, നമുക്ക് സംസാരിക്കാം. ഞാൻ ഇവിടെ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കാൻ വന്നതൊന്നുമല്ല. എന്റെ ആവണി മോളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. നിന്നെ ഇങ്ങോട്ട് വരുത്താൻ വേണ്ടിയാ ഞാനിതൊക്കെ ചെയ്തത്. അല്ലാതെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നത് എന്റെ രീതിയല്ല. അറിയാലോ, നിന്റെ ഭർത്താവ് അനൂപിനെ എനിക്ക് കൊണ്ടുതരാന്ന് പറഞ്ഞതാ. പക്ഷേ ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. അവൻ ഒരിക്കലും കൊണ്ടുവരില്ല. എനിക്ക് പക്ഷെ അതങ്ങ് വിട്ടുകളയാൻ പറ്റില്ലല്ലോ. ഇല്ലാതായിപ്പോയത് എന്റെ പ്രാണനല്ലേ. ഇനി നീ വേണം അവനെ എനിക്ക് കൊണ്ടുവന്ന് തരാൻ. അത് പറയാനാ നിന്നെ ഇങ്ങോട്ട് വരുത്തിയത്. ഇതാവുമ്പോ കാര്യങ്ങൾക്കൊക്കെ ഒരു സ്റ്റൈലുണ്ട്. ഇപ്പൊ നിന്റെ വീട്ടിൽ എല്ലാവരും ഒന്ന് പേടിച്ചില്ലേ? അത് മതി, ചുമ്മാ ഒരു സ്റ്റൈൽ. നിങ്ങൾ പറഞ്ഞത് ശരിയാ. എല്ലാവരും ഒന്ന് പേടിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. ചങ്കില് തീ പിടിച്ചിരിക്കുക അവിടെ എല്ലാവരും. നിങ്ങളുടെ അനിയത്തിയെ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചു എന്ന് പറഞ്ഞല്ലോ. അതുപോലൊരു സ്ത്രീ പ്രസവിച്ചതാ ആ കുഞ്ഞിനെയും. ആ കുഞ്ഞിനെ കാണാതാവുമ്പോ അവരുടെ വേദന എത്രയാന്ന് നിനക്ക് മനസ്സിലാവില്ല. അതിന് മനുഷ്യന്റെ മനസ്സ് വേണം. എത്രയും പെട്ടെന്ന് എന്റെ കുഞ്ഞിനെ എനിക്ക് തന്നേ പറ്റൂ. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും. ഇങ്ങനെ തമാശ പറയല്ല പെങ്ങളെ. ഒരു പോലീസ് ഇങ്ങോട്ട് വരത്തില്ല. പോലീസിനെയൊക്കെ വിളിക്കാം. അതിനു മുമ്പ് നീ ഇതൊന്ന് കേൾക്ക് തമ്പാനെ.
ചെയ്തേ? പറ. എന്റെ മോളെ നിങ്ങൾ എന്താ ചെയ്തെന്ന് പറയാൻ. അറിയണോ? നിന്റെ ആവണി മോളിപ്പോ എവിടെ ഉണ്ടെന്ന് അറിയണോ? നിങ്ങളൊരു മനുഷ്യനല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഒരു കുഞ്ഞിനെ ഇങ്ങനെ ഉപദ്രവിച്ച് കരയിപ്പിക്കാൻ നിങ്ങളെ പോലൊരു ചെകുത്താനും മാത്രമേ പറ്റൂ. പക്ഷേ ഞാൻ എന്റെ ആവണി മോളെയും കൊണ്ട് മാത്രമേ ഇവിടെ തിരിച്ചു പോവുള്ളൂ. അവളുടെ ദേഹത്ത് ഒരു പോറലേറ്റാ. അർച്ചന ആരാണെന്ന് നീ അറിയും. നിന്നെ കൊല്ലാനും ഞാൻ മടിക്കില്ല. ഓഹോ, അത് കൊള്ളാലോ. തമ്പാനെ പറഞ്ഞത് കേട്ടില്ലടാ. കേട്ടണ്ണ, ഇവൾക്ക് അണ്ണൻ ആരാണെന്ന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് എങ്ങനെ കോമഡി പറയുന്നേ? ഒരു കുടുംബത്തിന്റെ മുഴുവൻ സങ്കടത്തിന്റെ മുകളിലാ നിങ്ങൾ നിന്നീച്ചിരിക്കുന്നേ. ഒരു അമ്മയുടെ കണ്ണീരിന്റെ വില എന്താന്ന് തനിക്കറിയില്ല. ഗർഭിണിയായ സ്വന്തം സഹോദരിയെ ജീവന് തുല്യം സ്നേഹിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞത് വെറുതെയാ. അവളെയോ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയോ അല്പം ഇങ്ങനെ നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു കുഞ്ഞിനെ വെച്ച് വില പേശുമായിരുന്നില്ല. മിണ്ടിപ്പോരുത്. എന്റെ സഹോദരിയെ ഞാൻ സ്നേഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നിന്റെ നാവ് ഞാൻ അരിയും. പറയും, ഇനിയും പറയും. സഹോദരിയോടുള്ള നിങ്ങളുടെ സ്നേഹം വെറും പൊള്ളയാ. അത് നിങ്ങളുടെ വാക്കിലെ കാപട്യം മാത്രമാണ്. അതിനൊരു ആത്മാർത്ഥതയില്ല. എന്റെ അനിയത്തോട് എനിക്കുള്ള സ്നേഹം നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. നിന്റെ കുഞ്ഞിനെ ഞാൻ തിരിച്ചു തരാം. കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടെന്ന് ഉപദ്രവിക്കുന്ന വെറും ലോക്കൽ ഗുണ്ട അല്ല ഞാൻ. പിന്നെ ആ കുഞ്ഞിനെ കൊണ്ടുവന്നത് നിന്നെ ഇവിടെ വരുത്താൻ വേണ്ടി മാത്രമാ. ആ കുഞ്ഞിനെ ഞാൻ തിരിച്ചു തരാം. പക്ഷേ അതിനു മുമ്പൊരു ചടങ്ങുണ്ട്. എന്ത് ചടങ്ങ്? എന്റെ കവിളത്ത് ആദ്യമായിട്ടൊരു പെണ്ണിന്റെ കൈ പതിക്കുന്നത് ഇന്നാണ്. അതെനിക്ക് ഉള്ളിൽ വല്ലാതെ നൊന്തു. അതിന് നിനക്കൊരു ചെറിയ ശിക്ഷ. ഗർഭിണിയായതുകൊണ്ട് മാത്ര നിനക്ക് ഈ സൗജന്യം. ഇല്ലെങ്കിൽ എപ്പോഴേ നീ തീർന്നേനെ. എന്റെ ആവണി മോളെ തിരിച്ചു കിട്ടാൻ വേണ്ടി നിങ്ങളെ പോലൊരുത്തന്റെ കാല് പിടിക്കാനും എനിക്ക് മടിയില്ല. കാല് പിടിക്കണ്ട, പക്ഷേ കാല് കഴുകി തരണം.